അസ്സലാമലൈക്കും. അബിൻഡാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്താണ്, ഒരു വെണ്ടക്കറി കേട്ടോ. കുറച്ച് വെണ്ട ഇവിടെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണേ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിന്ന് വെണ്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ കഴുകി തുടച്ച് വെച്ച പിന്നെ വെണ്ടക്കയാണ് ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ അറിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ അല്ലേ? ഇതങ്ങനെ ഈ വലുപ്പത്തിൽ ഇതാ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇതൊന്നിങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 4-5 പച്ചമുളകും, എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ടൊരു കറിയാണ് വെക്കുക. നല്ല അടിപൊളി കറി വെക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെണ്ട കൊണ്ട് എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാൻ 2 വെണ്ട മാത്രമേ ഉള്ളെങ്കിൽ അതുകൊണ്ടും കറി വെക്കാം. തോനെ വലിപ്പം ഇല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇത്രയൊക്കെ മൂപ്പ് കുറഞ്ഞ വെണ്ട എടുക്കണേ. മൂപ്പ് ഉള്ള വെണ്ട ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് പല മോഡൽ കറികളും ഉണ്ടാക്കല്ലേ. പുളിങ്കറി വെക്കാം, അച്ചാറ് പോലെ, പിന്നെ മല്ലിയൊക്കെ അരച്ച് വെക്കാം, തോരൻ വെക്കാം, എന്തൊക്കെ വെക്കാം. ഇപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കറി. പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്. വെണ്ട അരിഞ്ഞ് കഴിഞ്ഞ്. ലൈറ്റ് കുറവാ, ലൈറ്റൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ നിറമില്ലാത്തത്. അപ്പം നമുക്ക് ഇതിക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. മുളക് പൊടി, മഞ്ഞൾ, ജീരകം ഇട്ടത് കാണിക്കണ്ടേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം. കാണുന്നുണ്ട്, ഇജ്ജ് ഇങ്ങനെ കുടിച്ചാൽ മതി. ഒരിച്ചിരി മുളക് പൊടി, ഇച്ചിരി കൂടി മഞ്ഞൾപ്പൊടി, പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചുമന്ന ഉള്ളി ഒരു കുഞ്ഞിത് ഇതാ, ഒരു 2 ചുള അല്ലി വെളുത്തുള്ളി, ജീരകം, വലിയ ജീരകമാണേ, ചെറുതല്ല. അപ്പം അതൊന്ന് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും. നമുക്കൊന്ന് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കേ.
അപ്പം ചട്ടി ചൂടായില്ല, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കും. മൺചട്ടി ആയതുകൊണ്ട് ഒരു പുക ഉണ്ടാവും. ഇതിലിങ്ങനെ കറിയൊക്കെ വെക്കണുണ്ട്. ഇതന്നെയാണ് വഴറ്റായ ഇനിയിപ്പോൾ ഒരു വേറെ ചട്ടി വെക്കണ്ടല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് സമയമില്ലാത്തവരൊക്കെ ഞാനത് ഉണ്ടാക്കിക്കൊള്ളു. ഇത് 2 വെണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെ കറി കേട്ടോ കാണിക്കുന്നത്. ഞാൻ വെണ്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് പല മോഡലിലും. അത് അങ്ങനെ അല്ല, അത് ഇന്നത്തെ ഓരോ ഇതാണല്ലേ ഞാൻ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്ന് വെണ്ടക്കറിയാണ്. അപ്പം അതൊന്നും കിട്ടും. അപ്പോൾ വെണ്ട ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയി റെഡിയായി വന്നാണ് കേട്ടോ. ഇതെന്താ ഓരോന്നും ഇങ്ങനെ ചാടിന്. അപ്പം അങ്ങനെയാണ് വേണ്ടിയത്. ഇനി നമുക്ക് ഈ അരപ്പണ്ട് വയ്ക്കുക. പിന്നെ ഇതിടണം, എന്താണ് പച്ചമുളക്. പച്ചമുളക് ഒന്നിട്ട് അരപ്പ് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ കറുത്ത സാധനം തോന്നിക്ക് ഇനിയും ഉണ്ടല്ലോ. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണേ, പാകത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. മതിയോ? കുറച്ചുകൂടി വേണം. അപ്പം ഉപ്പിടണം. ഉപ്പ് പാകത്തിന് ഓരോരുത്തർക്കും വേണ്ടി അത്ര ഉപ്പിടുക. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ മുളകൊന്ന് വെണ്ട വെന്തതാണ്, മുളകും കൂടി ഒന്ന് ഇങ്ങോട്ട് വെന്താൽ നമുക്ക് വാങ്ങി വെച്ച് ഒന്ന് അടച്ച് വെക്കണം. പെട്ടെന്നാണ് വന്നോളൂ. അപ്പോൾ കറി തിളച്ച് വെന്ത് അപ്പുറത്തെ അടുപ്പത്തേക്ക് വാങ്ങി വെച്ച് ഞാനൊരു അടുപ്പത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടി എന്താ വെച്ചാൽ ഞാൻ കാണിച്ചേരേ. ഒന്ന് വറവിട്ടെടുക്കുക. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടായിട്ടാ നമുക്ക് വെക്കാൻ പെട്ടെന്നും അല്ലെങ്കിലൊക്കെ വെണ്ടക്കറി നല്ല ടേസ്റ്റുള്ള കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വാട്ടിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഒഴിച്ചല്ല പറഞ്ഞല്ലേ. അപ്പോൾ മതി വെളിച്ചെണ്ണ. ചെറുതായിട്ടൊന്നാണ് വറവിടുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതാ ഒരു പിഞ്ച് ഉലുവ. തോനെയൊന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. പിന്നെ എന്താ പറയുക, ഉലുവട്ട്
കടുക് ഇട്ടാ, കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 ചെറിയ വറ്റൽമുളക് ഇവിടെ പൊട്ടിച്ച് വെച്ചാണ്. തീ കുറച്ച്. അപ്പോൾ നമ്മൾ കടുക്, ഉലുവ, കറിവേപ്പ്, വറ്റൽമുളക് അല്ല ഇത്രയും സാധനം ഇട്ടിരുന്നു കേട്ടോ. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു. അതാണ് നമ്മളെ കറി. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.